നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ആരായിരിക്കും ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്ന ഒട്ടേറെ ചർച്ചകൾ വന്നിരുന്നു. നടി ശോഭനയുടെ പേര് വരെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകാം എന്ന് വരെ ചർച്ചകൾ നീങ്ങിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് നടി ശോഭന തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥിരീകരണം വരുന്നത് താൻ മത്സര രംഗത്ത് ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമല്ല, താൻ മത്സരിക്കില്ല എന്നാണ്. അതും ശശി തരൂരിനെ നേരിട്ട് വിളിച്ചാണ് നടി ശോഭന പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ തന്നെയാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഒട്ടേറെ പേരുകൾ ഉയരുന്നത് നിരാശയിൽ നിന്നാണെന്നും വ്യക്തമെന്നാണ് ശശി തരൂർ എം.പി. പറയുന്നത്. നടി ശോഭന നല്ല സുഹൃത്താണ്, മത്സരിക്കില്ല എന്നവർ ഫോണിൽ അറിയിച്ചെന്നും തരൂർ പറയുകയാണ്. എന്നാൽ തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ച് കാണുന്നുമില്ല. ബി.ജെ.പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വില പോവില്ല എന്നും തരൂർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കരുത് എന്ന CPI നിലപാട് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെതിരെ CPI മത്സരിക്കരുത്. രാഹുൽ ഗാന്ധിയുടെ സീറ്റിൽ തീരുമാനമായിട്ടില്ല. ഒന്നിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. രാഹുലിനെ മത്സരിപ്പിക്കാൻ കൂടുതൽ സംസ്ഥാനങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും തരൂർ പറയുന്നു. ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് ബി.ജെ.പിക്ക് ഒട്ടേറെ പേരുകൾ ഉയരുന്നത് നിരാശയിൽ നിന്നാണെന്നും വ്യക്തം. നടി ശോഭന നല്ല സുഹൃത്താണ്, മത്സരിക്കില്ല എന്നവർ ഫോണിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല എന്നും ബി.ജെ.പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വില പോകില്ല എന്നും തരൂർ വ്യക്തമാക്കുകയാണ്. താനും രാമന്റെ ഭക്തനാണെന്നും അത് ബി.ജെ.പി. കൈക്കലാക്കി വെച്ചിരിക്കുന്ന രാമന്റേതല്ല എന്നും ശശി തരൂർ എം.പി. ഗുരുവായൂരിൽ TN പ്രതാപൻ എം.പിയും നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയപ്പോൾ വ്യക്തമാക്കി. ഞാൻ എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ രാമന്റെ ചിത്രം വെച്ച് ആരാധിക്കുന്നുണ്ട്. രാമന്റെ കോർപ്പറേറ്റ് അവകാശം ബി.ജെ.പിക്കില്ല. മതത്തെയും ദൈവത്തെയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ബി.ജെ.പി. വലിയ വില കൊടുക്കേണ്ടി വരും എന്നും ശശി തരൂർ പറഞ്ഞു. പടിഞ്ഞാറേ നടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായി. നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, O. അബ്ദുൾ റഹ്മാൻ കുട്ടി, TV ചന്ദ്രമോഹൻ തുടങ്ങിയവരൊക്കെ തന്നെ ഈ പങ്കെടുത്തിരുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് ഈ നടി ശോഭന മത്സരിച്ചേക്കുമെന്ന വാർത്തകൾക്ക് വിരാമം വരികയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും സമാനമായ ഒരു വാർത്ത, അത് പക്ഷേ നല്ലൊരു നർത്തകിയാണ് അല്ലെങ്കിൽ നല്ലൊരു അഭിനേത്രിയാണ്, ഇനിയുള്ള കാലം ഒരു രാഷ്ട്രീയക്കാരിയായി മാറണം, തിരുവനന്തപുരത്ത് ശോഭന മത്സരിക്കണം എന്നായിരുന്നു തൻ്റെ ആഗ്രഹം എന്നാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ തന്നെ, അത്തരം വാർത്തകൾക്കൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് നടി ശോഭന തന്നെ ഇപ്പോൾ നേരിട്ട് ശശി തരൂരിനെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത്.